നമ്മൾ കുട്ടികൾക്ക് ക്രൈസിസ്, റിയൽ ലൈഫിൽ ഉണ്ടാകുന്ന, റിയൽ കമ്പനി സിനാരിയോയിൽ ഉണ്ടാകുന്ന ക്രൈസിസ് കുട്ടികൾക്ക് കൊടുക്കുകയും അവരോട് അതിനെപ്പറ്റി അവരെങ്ങനെയായിരിക്കും അത് സോൾവ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും അത് പ്രസ് കോൺഫറൻസ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും അത് അവർ മാനേജ്മെൻറ്റിൽ സോർട്ട് ഔട്ട് ചെയ്യുന്നതുള്ള കാര്യങ്ങളായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടായിരുന്നു കുട്ടികൾ അതിനോട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻസെപ്റ്റയിൽ വന്നപ്പം എന്താണ് ഐഡിയ എന്ന് പ്രത്യേകിച്ചില്ലായിരുന്നു, പക്ഷേ ബെസ്റ്റ് മാനേജ്മെന്റ് ടീമാണെന്ന് മാത്രം പറഞ്ഞു. ഇൻസെപ്റ്റ 2026 ഡേ 2 ഞാനിവിടെ നിൽക്കുന്നത്. ഡേ 1 വാസ് ഓസം. ബെസ്റ്റ് എക്സ്പീരിയൻസ്, അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ലക്ഷൻസ് എന്നുള്ളൊരു നിലയ്ക്ക്. ഇൻസെപ്റ്റ എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഒരു ഇവന്റ്സിനേക്കാൾ ഉപരി ഒരു ആക്ച്വൽ കോർപ്പറേറ്റ് ലൈഫിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബേസിക്കലി ഫസ്റ്റ് ഡേ ഒരു അൺറിയൽ എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു പുതിയ ഇത്. സെക്കൻഡ് ഡേ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് ആണ്, കോമ്പറ്റീഷൻസ് ആണെങ്കിലും ലീഡർ ബോർഡ് ആണെങ്കിലും. നമ്മുടെ കരിയറിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ ഈ ഒരു 2 ദിവസം എന്നെ ഹെൽപ്പ് ചെയ്തു. എല്ലാ സ്റ്റുഡൻസും ഒരുപാട് എനർജിയോടെ, ഒത്തൊരുമയോടെ അവരതിൻ്റെ പ്രസൻറ്റേഷനും അതുപോലെ തന്നെ പെർഫോമൻസും ഭയങ്കര സൂപ്പർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഡേ നമ്മൾ ട്രഷർ ഹണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ വി ഹാഡ് ടു യൂസ് സം ഓഫ് ദ തിങ്സ് വിച്ച് വി ലേൺ ഇൻ ആ ക്ലാസ് റൂം. നമ്മൾ ക്ലാസ് റൂമിൽ പഠിച്ച ഓരോരോ കാര്യം അപ്ലൈ ചെയ്യാൻ ഇന്നലെ ഇച്ചിരി തുടങ്ങിയിരുന്നു. ഓരോ റൗണ്ടും കഴിയും തോറും ഒരു കോർപ്പറേറ്റ് ലെവൽ ആയിട്ട് നമ്മൾ എങ്ങനെ ഒരു ക്രൈസിസ് മാനേജ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു റിയൽ വേൾഡ് സിനാരിയോ എങ്ങനെയാണെന്ന് കുറച്ചുകൂടെ ഫീൽ ചെയ്യാൻ മനസ്സിലായി. താങ്ക് യു ലക്ഷ്യ ഫോർ ദിസ്. താങ്ക് യു ടു ലക്ഷ്യ. താങ്ക് യു ലക്ഷ്യ. താങ്ക് യു ലക്ഷ്യ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി.